ഹലോ, ഇന്ന് പഴമയുടെ രുചിയിൽ അടിപൊളി ഒരു പപ്പടക്കറി തയ്യാറാക്കിയാലോ. ഇത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മയൊക്കെ എളുപ്പത്തിൽ ചോറിന് തയ്യാറാക്കി തരുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുന്നതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അത് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ട് 1.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറിയതിന് ശേഷം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഇനി കറി വെക്കാനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി അല്പം അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് 2 പച്ചമുളക് നടുവേ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ അത് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വാളംപുളി. അതുകൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ അല്പം വെള്ളം കൂടെ കട്ടിയായതുകൊണ്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ പപ്പടം നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കഴിക്കാനും അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.